അനിയനെ പോലെയായി. എന്നെ എല്ലാവരും ആ സെറ്റിലെല്ലാവരും ഭയങ്കര ഇതാണ്. ആ സെറ്റിൽ വർക്ക് ചെയ്ത് ഒരു 10-23 ദിവസം ഉണ്ടായി. ഞാൻ പാചകക്കാരനായിട്ടാണ് എനിക്ക് കിട്ടിയത്. ഇന്ന് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഹാപ്പിയാണ് ഈ പടത്തിൽ ചെയ്യുന്നത്. എല്ലാവരും എൻ്റെ ജീവിതം എനിക്ക് പറയാൻ എന്താണെന്നില്ല. ഞാൻ ഒരുപാട് സന്തോഷമുണ്ട്. മജൂക്ക എല്ലാവരും, ദിലീപ് ചേട്ടൻ, സണ്ണീവൻ ചേട്ടനായാലും പ്രൊഡക്ഷൻ ആർട്ട് എല്ലാവരും ഒരുപാട് ഇതാണ് ഈ പടത്തിൽ വർക്ക് ചെയ്യാൻ പറ്റുന്നത്. എനിക്ക് എൻ്റെ ജീവിതം ഏറ്റവും വലിയ സന്തോഷം, എനിക്ക് ഭാഗമാകാൻ പറ്റുന്ന ഏറ്റവും വലിയ ഭാഗ്യമാണ്. അടിപൊളി അവര് പറഞ്ഞ എല്ലാരും പറയട്ടെ കണ്ടു. ഓ താങ്ക് യു. അപ്പൊ എല്ലാരും പോയി സിനിമ കാണാൻ തിയേറ്ററിലേക്ക് അടിപൊളിയാവും. ഫാമിലിയായി വന്നിരുന്നത് സന്തോഷിച്ച് കാണാൻ പറ്റുന്ന സിനിമയാണ്. ഭയങ്കര പ്രതീക്ഷയുണ്ട്. ഓക്കെ, കോമഡി ഒക്കെ വർക്ക് ആയിട്ടുണ്ട്. കോമഡി ഞാൻ ആക്ച്വലി എല്ലാ മ്യൂസിക്കും സോങ്സും എല്ലാം വന്നിട്ട് ആദ്യമായിട്ട് തിയേറ്ററിൽ നിന്ന് കാണുന്നത്. അപ്പോൾ ഭയങ്കര രസം. ആളുകൾ ചിരിക്കണ കാണുമ്പോൾ സന്തോഷം. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണാം. താങ്ക് യു. മനസ്സിലായില്ല കാണാൻ നന്നായി വന്നിട്ടുണ്ടെന്നാണ് വിശ്വസിക്കുന്നത്. 2 വർഷത്തിന് ശേഷമാണ് ഞാൻ ഇതായിട്ട് ഈ പടം ചെയ്യുന്നത്. അപ്പം ഒരുപാട് എന്താ പറയുക, ഇഷ്ടത്തോടെ ആഗ്രഹത്തോടെയാണ് ഈ സിനിമ ചെയ്തിരിക്കുന്നത്. ഒരുപാട് പ്രതീക്ഷകളുണ്ട്. അപ്പം എന്തായാലും നിങ്ങളെല്ലാവരും സിനിമ കാണാം, സപ്പോർട്ട് ചെയ്യാം. ചേട്ടാ എന്ത് പറയുന്നു? ഭയങ്കര സന്തോഷമാണോ ഇത് പറയുന്ന പോലെ. കാണുന്ന ആൾ എനിക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്. എനിക്ക് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക, സിനിമ ഹിറ്റാകുക എന്നുള്ളതാണ്. പ്രേക്ഷകർ എനിക്ക് ഭയങ്കര ഹാപ്പിനെസ് ആയിരുന്നു. ഒരു ചിരി ഉണ്ടായിരുന്നു. ഫുൾ ഓൺ ഹാപ്പിനെസ് ആയിരുന്നു. അതായത് സിനിമ അത്യന്തികമായിട്ട് എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടി എടുത്ത സിനിമ. അപ്പോൾ അതിലൊരു സിനിമ ജോണർ തന്നെ കോമഡി പറയുന്നുള്ളത്, ഒരു കോമഡി ഡ്രാമയാണ്. അപ്പോൾ അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ആളുകൾ ഒരുപാട് ചിരിച്ചു. അതിലാ പ്രതീക്ഷ. കാര്യം ആളുകൾ എൻ്റർടൈൻഡ് ആയല്ലോ. എന്നാൽ അതിനപ്പുറത്തേക്ക് ഒരുപാട് നാളുകളായിട്ട് നമ്മൾ മിസ് ചെയ്തുകൊണ്ടിരുന്നൊരു ജോണറാണ്. നമ്മളെ എന്നെയൊക്കെ കുഞ്ഞിലെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച സിനിമകളാണ്. ഇപ്പോൾ പെരുവണ്ണാപുരയിലും അല്ലെങ്കിൽ പൊന്മുട്ടിടുന്ന താറാവായാലും. അപ്പോൾ അതേപോലത്തെ ഒരു സിനിമ ഈ കാലഘട്ടത്തിൽ മിസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതേപോലത്തെ ഒരു സിനിമയായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ ആളുകൾക്ക് അത് ഇഷ്ടപ്പെടും, ആളുകൾ സ്വീകരിക്കും, വീട്ടിൽ കൂടുതൽ ആളുകൾ വരും എന്ന് പറയുന്നത് ഭയങ്കര പോസിറ്റീവായിട്ടുള്ള പ്രതീക്ഷയാണ്. ചേട്ടൻ്റെ അത് ചേട്ടൻ ഒരു വെറൈറ്റി ലുക്കാണല്ലോ ഇതിന് ഒരു മേക്ക് ഓവർ. സോ അത് പ്രേക്ഷകർ അക്സെപ്റ്റ് ചെയ്തോ? അക്സെപ്റ്റ് ചെയ്തത് എനിക്ക് തോന്നുന്നു ആളുകൾ ചിരിക്കുന്നുണ്ടായിരുന്നു. അത് ഞാനല്ലല്ലോ പറയുന്നത്. ആ ലുക്കിലേക്ക് അങ്ങനെ ചേട്ടൻ തന്നെയാണോ ആ ഒരു ലുക്ക്? അല്ലല്ലോ, എല്ലാം ഡയറക്ടറിൻ്റെ മറ്റേ ലുക്ക്, കോസ്റ്റ്യൂമും അല്ലെങ്കിൽ എല്ലാത്തിൻ്റെ മറ്റേ ആ ഫുൾ ഡിസൈൻ ഫിലിം മേക്കർ ഇന്ന് കൊടുക്കുന്നുള്ളൂ. സന്തോഷം.